السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. صدق الله العظيم. സൂറത്തുൽ ബഖറ 185 വരെ നമ്മൾ പഠിച്ചു. 186 ആയത്താണ് പാരായണം ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ സംഭാഷണം കുറച്ച് മുന്നേ തുടങ്ങിയതാണ്. ലൈസൽ ബിർറ മുതൽ തുടങ്ങിയതാണ്. എന്താണ് പുണ്യം അല്ലാത്തത്, എന്താണ് പുണ്യകരമായത്, എന്താണ് നന്മ അല്ലാത്തത്, എന്താണ് നന്മയായത് എന്ന് വിശദീകരിച്ച് തുടങ്ങിയതാണ്. കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ സൂക്തങ്ങളിൽ നോമ്പിനെക്കുറിച്ച് പറഞ്ഞു. മുൻ സമൂഹങ്ങളിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. പുതിയ സമൂഹത്തിന് നോമ്പ് നിർബന്ധമായ കാര്യവും പറഞ്ഞു. പിന്നെ റമദാൻ മാസം എന്താണ്, ആ റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്, ആ റമദാൻ മാസത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ബാധ്യത എന്താണ്, അതും പറഞ്ഞു. ഇനി 187 ആയത്ത് നോമ്പുമായി തന്നെ ബന്ധപ്പെട്ട ഒരു നിയമമാണ്. അതിൻ്റെ ഇടയിലാണ് 186 ആയത്ത് പറയുന്നത്. നോമ്പിനെക്കുറിച്ചും റമദാനിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അതിനിടയിൽ ഒരായത്ത് നോമ്പിനെക്കുറിച്ച് അല്ലാത്തത് പറയാണ്. നോമ്പുമായി ബന്ധം ഇല്ലാത്തതല്ല, എന്നാൽ നോമ്പിന് മാത്രം പ്രത്യേകമായതല്ല. റമദാൻ മാസവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമല്ല, എന്നാൽ റമദാൻ മാസവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യം അല്ല. അതാണ് ഇന്ന് നമ്മൾ ഓതിവെച്ച ആയത്ത്. ആദ്യം നമുക്ക് ഇതിൻ്റെ പാരായണ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മഖ്റജാണ്. അക്ഷരങ്ങൾ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് തന്നെ ഉച്ചരിക്കണം, അല്ലെങ്കിൽ അക്ഷരം മാറിപ്പോവും. ശകലം എന്ന് പറയേണ്ടിടത്ത് സകലം എന്നായാൽ ഒരു ശകലം മാത്രമാണ് ഉദ്ദേശിച്ചതെങ്കിൽ സകലവും ഉദ്ദേശിച്ചതുപോലെ ആകും. ഒരക്ഷരം മാറുന്നുള്ളൂ, രണ്ടും സമാനമായ അക്ഷരങ്ങളാണ്. അപ്പോൾ ഇവിടെ സാധാരണ ദ എന്ന് പറയണമെങ്കിൽ നാവ് പല്ല് തുടങ്ങുന്നിടത്ത് വെച്ചാണ് ഉച്ചരിക്കുക. ഒന്ന് പറഞ്ഞു നോക്കൂ. ദ നാവിൻ്റെ തുമ്പ്
പല്ലിൻ്റെ മെരട്ട് കൊണ്ടുപോയി വെക്കണം. മേലെ പല്ലിൻ്റെ മെരട്ട്, മേലെ പല്ലിൻ്റെ മെരട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? തുടങ്ങുന്ന സ്ഥലത്ത് ദാ പറയൂ. എന്നാൽ അതേ പല്ലിൻ്റെ ഇങ്ങേ അറ്റത്ത് തുമ്പത്ത് വെച്ചിട്ട് പറയണം ദാ. പറയൂ ദാ. അപ്പോൾ തുടങ്ങുന്നിടത്ത് വെച്ച് പറഞ്ഞാൽ ദാ എന്നായി. അതിനൊരു കുത്തിട്ടാൽ കുറച്ച് താഴോട്ട് താഴ്ത്തിയിട്ട് ദാ. ഇതാ പറയൂ. ഇതാ ഇതാ. ആൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ആൽ മരമല്ല. ജാ വന്നു. ഇതാ ജാ വന്നാൽ. സഅലക, സഅല ചോദിച്ചു, ക നീ അല്ലെങ്കിൽ നിന്നോട്. സഅലക നിന്നോട് ചോദിച്ചു. ഇദാ സഅലക നിന്നോട് ചോദിച്ചാൽ. അപ്പം അതിൻ്റെ മുമ്പുള്ള വാ എന്തിനുള്ളതാണ്? അതിന് തൊട്ടു മുമ്പിലുള്ള പദവുമായിട്ട് ആ ആയത്തുമായിട്ട് ഇതിനെ ചേർത്ത് വെക്കാനുള്ള കൊളുത്താണ്. അങ്ങനെ പറയില്ല. നീ ചോദിച്ചു എന്ന് പറയൽ അങ്ങനല്ല. വെരി ഗുഡ്. സഅല സഅല സഅലു നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഫഅല ഫഅല ഫഅലു അല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് ഉള്ള ആ ഇത് പഠിച്ചാൽ നമുക്ക് എല്ലാ പദങ്ങളും ഇതിൽ കിട്ടും. ഫഅല ഫഅല ഫഅലു, ഫഅലത്ത് ഫഅലത ഫഅൽന, ഫഅൽതു ഫഅൽതുമാ ഫഅൽതും, ഫഅൽതി ഫഅൽതുമാ ഫഅൽതുന്ന. ഫഅൽതു ഫഅൽന. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അൻത എന്ന് പറയുന്നതാണ് നീ. ആ അൻതയിലെ താ ആണ് എന്ത് ചെയ്യുക? നീ ചെയ്തു എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തിക്ക് ശേഷം കൊണ്ടുപോയി വെക്കുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആണ് നീ ചോദിച്ചാൽ. ഇത് സഅല എന്ന് പറഞ്ഞാൽ അവൻ ചോദിച്ചു. ആരോട് ചോദിച്ചു? ക നിന്നോട്. അപ്പൊ ഇദാ സഅലക എന്ന് പറഞ്ഞാൽ നിന്നോട് ചോദിച്ചാൽ. ഇബാദി, ഇബാദി ഐൻ. ചില ആളുകൾ അ ഹ ഹ ഖ അ ഗ ഇതെല്ലാം ഒരുപോലെ പറയും. ഞാനൊരുപോലെയാണോ പറഞ്ഞത്? ഞാനിപ്പോൾ നിങ്ങളോട് ഒരുപോലെ പറയരുതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരേ മാതിരിയാണോ? ട്രെയിനർക്ക് പിന്നെ തന്നെ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? അയാൾ വിചാരിക്കുന്നത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ചെറിയ ഈ മുച്ചെറി എന്നൊക്കെ പറയുന്ന സംഭവമല്ലേ, അതുള്ള ആളുകൾ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് വ്യത്യാസം ഉണ്ടെങ്കിലും അവർ എന്താണ് ശരിക്കും തന്നെയാണ് പറയണത്. അപ്പം അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറയണതിൽ വ്യത്യാസം ഉണ്ടോ നിങ്ങളാണ് പറയേണ്ടത്. ഉണ്ടോ? ആ ഹ ഹ ഖ അ ഇതൊക്കെ വ്യത്യാസമുണ്ടോ? എന്നാൽ വ്യത്യാസം വേണം. ഓരോ അക്ഷരം വ്യത്യാസം വേണം. അപ്പോൾ സഅലക എന്ന് പറഞ്ഞപ്പോൾ സ കഴിഞ്ഞിട്ട് പറയുന്ന അക്ഷരം പറയുന്നത് പോലെ അല്ല ഇബാദി എന്ന് പറയുമ്പോഴുള്ള ആദ്യത്തെ അക്ഷരം പറയേണ്ടത്. നമ്മൾ ഇബാദത്ത് എന്നാണ് മലയാളത്തിൽ പറഞ്ഞ ശീലം. ഇബാദത്ത് അത് ഇബാദത്തല്ല.
അതെന്താണ്? ഇബാദത്താണ്. ഖുർആൻ ഇറങ്ങിയ ഭാഷ ഏതാണ്? നമ്മൾ പറയാം അറബി എന്നാണ്. അത് മലയാളത്തിലാണ് പറയുന്നത്. അറബി എന്ന് പറയുന്നത് അറബിയിലാണ് പറയേണ്ടത്. അൽ-ലുഗ അൽ-അറബിയ്യ ഐനാണ്. അബ്ദുറഹ്മാൻ, അബ്ദുള്ള, അബ്ദുർ റസാഖ് ഒക്കെ ഐനാണ്. അബ്ബാസ് ഐനാണ്. നമ്മളൊക്കെ മലയാളത്തിലാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഖുർആൻ എന്ത് ചെയ്യണം? നമ്മൾ ഓതുമ്പോൾ അറബിയിൽ തന്നെ ഓതണം. മലയാളത്തിൽ ഓതിയാൽ പോരാ. വഇദാ സഅലക ഇബാദി, ഇബാദി, ഇബാദി. അബ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമ. അബ്ദ്, അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ. അബ്ദുസ്സമദ്, അസ്സമദിൻ്റെ അടിമ അല്ലേ? അതിൻ്റെ ജംആണ്, ബഹുവചനമാണ് ഇബാദ്. വഇബാദുർ റഹ്മാൻ, കാരുണ്യവാന്റെ അടിമകൾ. അപ്പോൾ ഇദാ സഅലക ഇബാദി, ദീ എന്ന് പറയുമ്പോൾ ഇബാദ് എന്ന് പറഞ്ഞ അടിമകൾ, അതിനൊരു യാ ചേർത്ത് കൊടുത്താൽ എന്തായി? എൻ്റെ എന്നായി. ആരോ പറഞ്ഞു പറയലും കേൾക്കലും മാത്രമായ പോരാ, പഠിക്കലും പഠിപ്പിക്കലും കൂടി ആവണമെന്ന്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അഭിപ്രായം എളുപ്പമാണെങ്കിലും മറ്റേതാ സുഖം. ഏത്? ഒരു കാര്യം ഇവിടെ വരിക, കേൾക്കുക, പോവുക, അതാണ് സുഖം. മറ്റേത് ശരിക്കും മറ്റേതും സുഖമാണ്. പക്ഷെ നമ്മൾ ശീലം ഒന്ന് മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ശീലം മാറ്റണം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ബോഡിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എങ്ങനെയാണോ അതിനെ നിയന്ത്രിക്കുന്നതും ശീലിപ്പിക്കുന്നതും അങ്ങനെയാണ് അതാവുക. ഭയങ്കര അത്ഭുതമാണ് മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത്. അത്യത്ഭുതമാണ്. നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മളൊരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ ശരീരം പിന്നെ അത് ചെയ്യാനുള്ള ശേഷി പിൻവലിച്ച് കളയും, നഷ്ടപ്പെടുത്തി കളയും. പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, നമുക്ക് ചെരുപ്പിടാതെ നടക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരമായി ചെരുപ്പിടുന്നത് കൊണ്ട് ചെരുപ്പിടാതെ നടക്കാനുള്ള ശേഷി നമ്മുടെ കാല് സ്വയം പിൻവലിക്കുന്നു. അപ്പോൾ ചരലിലൂടെ നടക്കാൻ നമുക്ക് കഴിയില്ല. മുറ്റത്തൂടെയൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാല് വലിക്കും. മണ്ണിൽ പണിയെടുക്കുന്ന ആളുകൾ മുമ്പ് മുട്ട് വരെയുള്ള ഷൂ ഇട്ടിട്ടൊന്നല്ല പറമ്പ് കളിക്കാൻ പോയത് അല്ലേ? അവർക്ക് പ്രയാസമല്ല. പലൻ്റെ മുകളിൽ ഇരുന്നിട്ടായിരുന്നു പണ്ട് ചോറുന്നൽ അല്ലേ? തലമുറകൾക്ക് തിന്നാനുള്ളത് സമ്പാദിച്ചിട്ടുണ്ട് ഞാൻ എന്നൊരാൾ പറഞ്ഞപ്പോൾ മക്കൾ വല്ലാണ്ടൊക്കെ പ്രതീക്ഷിച്ചു. തലമുറക്ക് ഇരുന്ന് തിന്നാനുള്ളതൊക്കെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ മക്കൾ ഒരുപാടൊക്കെ പ്രതീക്ഷിച്ചു. അപ്പം മരിച്ചതിന് ശേഷം എവിടെയോ നിധി ഉണ്ടാവും ചോദിച്ച് ഒരുപാട് തിരഞ്ഞെടുത്തിട്ട് കണ്ടില്ല. അവസാനം കിട്ടിയതൊരു പലകയാണ്, ഇരുന്ന് തിന്നാനുള്ള പല. നല്ല പല ആയതുകൊണ്ട് തലമുറകളോളം ഇരുന്ന് തിന്നാൻ പറ്റുമല്ലോ. പക്ഷെ ഇന്ന് നിങ്ങൾ ഇരുന്നാൽ തിന്നുമോ? പലൻ്റെ മുകളിൽ ഇരുന്നാൽ തിന്നുമോ? പണ്ടൊരു വിദ്വാൻ ചോറ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ വിളമ്പാൻ വന്ന ആളോട് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇട്ടോളൂ, ഉണ്ടെങ്കിൽ ഇടണ്ടെന്ന്. ചോറിഞ്ഞും വേണോന്ന് ചോദിച്ചപ്പോഴേ ഇയാൾ പറഞ്ഞത് എന്താണ്? ഇല്ലെങ്കിൽ ഇട്ടോളൂ, ഉണ്ടെങ്കിൽ ഇടണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ അയാളെ ഇലയിലേക്ക് അയാൾ കാണുന്നില്ല. അപ്പം ഇലയിൽ ഇല്ലെങ്കിൽ ഇട്ടോളാനാണ് പറഞ്ഞത്. ഇലയിൽ ചോറുണ്ടെങ്കിൽ ഇടണ്ട. കാരണം ഇയാൾ തപ്പി തിന്നാണ്.
അല്ലേ? ഇപ്പം നമ്മളൊക്കെ പല ആൾക്കാരും ഇപ്പോൾ പലൻ്റെ മുകളിൽ ഇരുന്ന് തിന്നാൻ തുടങ്ങിയാൽ എങ്ങനെ കാണുക? തപ്പി തിന്നേണ്ടി വരും. തിന്നാൻ കഴിയില്ല അല്ലേ? എന്തുകൊണ്ടാണ് കഴിയാത്തത്? നമ്മൾ പലൻ്റെ മുകളിൽ ഇരുന്നിട്ട് കുറേ കാലമായി, അത്രേ ഉള്ളൂ. അപ്പം ചമ്രം പടിഞ്ഞിരിക്കാൻ പല ആൾക്കാർക്കും കഴിയാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ചമ്രം പടിഞ്ഞിരിക്കൽ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ശരീരം നമുക്ക് അതിനുള്ള ശേഷി എന്ത് ചെയ്യും? അവസാനിപ്പിക്കും. കസേരൻ്റെ മുകളിൽ ഇരുന്ന് നിസ്കരിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് കസേര ഒഴിവാക്കാനേ കഴിയില്ല. കാരണം കസേര ഇല്ലാതെ നിസ്കരിക്കാനുള്ള ശേഷി ശരീരം പിൻവലിക്കും. ഒരാൾക്ക് കുനിയാൻ പ്രയാസം ഉണ്ടായിരിക്കെ കുനിയുന്നു. ളുഹറിന് കുനിഞ്ഞതിനേക്കാൾ സുഖത്തോടെ അസറിന് കുനിയാൻ പറ്റും. അതിനേക്കാൾ സുഖത്തോടെ മഗ്‌രിബിന് കുനിയാൻ പറ്റും. അങ്ങനെ കുറേശ്ശെ അയാൾ കുനിയാണെങ്കിൽ അയാൾക്ക് കസേര ഒഴിവാക്കാൻ പറ്റൂലേ? പറ്റും. ഔക്കർക്ക സാക്ഷിയാണ്, ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ശരീരം അത്ഭുതമാണ്. നമ്മൾ എന്താണോ ശരീരത്തിന് കൊടുക്കുന്ന മെസ്സേജ് അതനുസരിച്ച് ശരീരം ആക്ട് ചെയ്യും. നമ്മുടെ നമ്മളെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ സ്വഭാവം പ്രകൃതം മൂവ്മെൻ്റാണ്, ചലിക്കുക. ഇപ്പം എവിടെയാണോ ചലനം നമ്മൾ നിർത്തുന്നത് അവിടെ പിന്നെ എന്ത് ചെയ്യൂല? ചലിക്കൂല. അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ആകെ ഒരു വഴിയേ ഉള്ളൂ, ആ ചലനത്തെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കുക. മുറ്റം കുനിഞ്ഞ് അടിക്കുക, നിലം മോപ്പ് വലിച്ചെറിഞ്ഞ് കുത്തിരുന്ന് തുടയ്ക്കുക. മോപ്പ് വലിച്ചെറിഞ്ഞ് തുടയ്ക്കേണ്ടതിനും വീണുപോയി മോപ്പിൻ്റെ വടി എടുക്കാൻ ഒന്ന് കഴിഞ്ഞാൽ മതിയതിനും എന്നാണ്. തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ മോപ്പിൻ്റെ വടി നിലത്ത് വീണിട്ട് കാലുകൊണ്ട് തോണ്ടുകയാണ്. ഇതിന് ആ വടി കിട്ടാൻ. പിന്നെ കുനിഞ്ഞിട്ട് അത് എടുക്കാൻ കുനിയാൻ കഴിയണില്ല. കുനിയൽ ക്യാൻസൽ ചെയ്താൽ കുനിയാൻ കഴിയില്ല. ഇത്ര വിശദമായിട്ട് ഞാനിത് പറഞ്ഞതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ശീലമാണ് നമ്മളെ നിർണയിക്കുന്നത്. ഇപ്പോൾ ഒരാൾ തീരുമാനിക്കുകയാണ് എനിക്ക് കാണാതെ പഠിക്കാൻ കഴിയില്ല, കാണാതെ പഠിക്കാനുള്ള ശേഷി പിൻവലിക്കപ്പെടും, പിന്നെ കാണാൻ കഴിയില്ല. അതൊക്കെ വെറുതെ ന്യായം പറയാണ്, വെറുതെ ന്യായം പറയാണ്, വെറുതെ പറയും. അനുഭവം തന്നെ ഏറ്റവും വലിയ കള്ളാണ്. നമ്മളെ പറ്റിക്കണ സാധനമാണ് അനുഭവം എന്ന് പറയുന്നത്. സ്ട്രോക്ക് വന്നാൽ എന്താ ഡോക്ടർ പറയാ? എന്തിനാ പറയണേ? നടന്നാലേ നടക്കാൻ കഴിയും. അനങ്ങാൻ കഴിയാതായി പോയ കാല് എനിക്കിനി എടുത്തേക്കാൻ കഴിയൂല എന്ന് തീരുമാനിച്ചാൽ എടുത്തേക്കാനേ കഴിയൂല. അത് ശരിയാണ്. ആ ശരി തന്നെ മറ്റേതും. അപ്പോൾ എനിക്ക് വെക്കാൻ കഴിയണം എന്ന് വിചാരിച്ചാൽ ആദ്യം വെക്കുമ്പോൾ വീഴാൻ പോയാലും പിന്നെ വെക്കുമ്പോൾ കുറച്ചുകൂടി ഉറപ്പിട്ടു, പിന്നെ വെക്കുമ്പോൾ ശരിയാ, പിന്നെ ഊഞ്ഞാല വരെ ആടാൻ പറ്റും. അപ്പൊ എണീച്ച് നടക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ട്, എണീച്ച് തന്നെ നടക്കൂല എന്ന് വിചാരിച്ചിട്ട് ഖുർആൻ ക്ലാസ്സിൽ ദ്വയർന്ന് പഠിച്ചോനെ നമ്മളെ കൂടെ പഠിക്കണ ആൾക്ക് ശിഫ കൊടുക്കണമെന്ന് ഖുർആൻ ക്ലാസ്സിൽ ദ്വയറുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ ദുആ അള്ളാഹു കബൂലാക്കി. പിന്നെ ആളെവിടം വരെ എത്തി? ഞാൽമല വരെ എത്തി. അപ്പോൾ അതെന്താണ്? നമ്മളെ തടിക്ക് കൊടുക്കുന്ന മെസ്സേജ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, എനിക്ക് കഴിയും എന്ന് വിചാരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സ് മുതലാണല്ലോ ഇത് തുടങ്ങിയത് തന്നെ. ഖുർആൻ 63-ലാണല്ലോ അതിൻ്റെ അവതരണം തന്നെ നിന്നത്, അല്ലേ? ചെറുപ്പത്തിലേ പഠിച്ചതാ? അല്ല. അപ്പം അതുകൊണ്ട് സാധിക്കും. ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന എത്ര സഹോദരീ സഹോദരന്മാരാണ് അവരുടെ എന്താ പറയുക വലിയ പ്രായത്തിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളുടെ ശരീരത്തോട് നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയാം എനിക്കിത് സാധ്യമാണ്. അപ്പം നമുക്ക് പഠിക്കാൻ പറ്റും.
അപ്പോൾ വെറും കേട്ടുപോകൽ മാത്രമല്ല, പഠിക്കലും കൂടി ചെയ്യണമെന്നായി പറഞ്ഞതിൻ്റെ ചുരുക്കം. നിങ്ങൾ പറയും, എന്തൊക്കെ വാവാണ് നമ്മൾ പഠിച്ചത്? 2 വാവ് പഠിച്ചിട്ടുണ്ട്. കറുത്ത വാവും വെളുത്ത വാവും എന്നുള്ളതല്ല, അത് പണ്ടേ നമുക്ക് അറിയണതാണ്. അത്തുഫിൻ്റെ വാവും ഖസ്മിൻ്റെ വാവുമാണ് നമ്മൾ പഠിച്ചത്. സത്യം ചെയ്യാൻ ഉള്ള വാവ് വൽ അസ്ർ അല്ലേ, അതാണ്. മറ്റൊന്ന് രണ്ടും തമ്മിൽ ജോയിൻ്റ് ചെയ്യാനുള്ള അത്തുഫിൻ്റെ വാവ്, കൊളുത്തി വെക്കാനുള്ള വാവ്, ആൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ പറയണത് അങ്ങനെയുള്ളൊരു വാവാണ്. ഇതാ എന്ന് നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങോട്ട് പറയണം, എന്നാലാണ് അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഇതാ ആൽ അതിൻ്റെ അർത്ഥം. ഇതാ സഅലക നിന്നോട് ചോദിച്ചാൽ, ഈ ആൽന്ന് കിട്ടുന്നത് ഇതാ എന്ന് വന്നതുകൊണ്ടാണ്. വഇദാ സഅലക ഇബാദി, അപ്പം യാ ഇട്ടാൽ എൻ്റെ നാവും. അബുൻ അർത്ഥം എന്താണ്? വാപ്പ. അബീ എൻ്റെ വാപ്പ. അപ്പോൾ കുറേശ്ശെ പറഞ്ഞ് പഠിച്ചാൽ മതി. അബുൻ വാപ്പ, അബീ എൻ്റെ വാപ്പ, ഉമ്മുൻ ഉമ്മ, ഉമ്മീ എൻ്റെ ഉമ്മ. വരട്ടെ അല്ലേ? ആ അമ്മീ, അമ്മീ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായി എന്നാണ്. അമ്മായി കയ്യിൽപ്പെട്ടാണ്. അപ്പോ യാ വെച്ചിട്ടാണ് മദ്റസത്തുൻ, മദ്റസത്തീ എൻ്റെ മദർ, കലമീ എൻ്റെ പേന, കിതാബീ എൻ്റെ പുസ്തകം അല്ലേ? ഇപ്പൊ മൊബൈലി എന്ന് പറഞ്ഞാലോ, മൊബൈലി എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, സൗദിയിലുണ്ട്. ആ മൊബൈലി എന്നുള്ള കമ്പനി. അപ്പോൾ അതൊരു കമ്പനീൻ്റെ പേരാണ്. ഒരു നമ്മളിവിടെ വോഡാഫോൺ എന്നൊക്കെ പറയണ മാതിരി മൊബൈലി എന്ന് പറയുന്ന കമ്പനി. വഇദാ സഅലക ഇബാദി, അപ്പം എന്താണ്? എൻ്റെ അടിമകൾ. അർത്ഥങ്ങൾ ഇപ്പം തന്നെ പഠിച്ചോളി. ഹോംവർക്ക് നമുക്കില്ല, പുരേ പോയി പഠിക്കാൻ നമുക്ക് ഒഴിവില്ല അല്ലേ? അപ്പോൾ പഠിക്കലൊക്കെ ഇവിടുന്ന് തന്നെ, അത് വേഗം പഠിച്ചോളി. വഇദാ സഅലക ഇബാദി, ഈ ആയത്ത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് നാട്ടുകാരോടൊക്കെ പറയാൻ പറ്റുന്ന, എളുപ്പത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരായത്തും കൂടിയാണ്. പറയൽ ആവശ്യമുള്ളൊരായത്തും കൂടിയാണ്. എല്ലാ ആയത്തും ആവശ്യം തന്നെയാണ്. പക്ഷേ സാധാരണ പൊതുവർത്തമാനത്തിൽ തന്നെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സൂക്തമാണിത്. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച്, എന്നെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ടില്ല, അന്നീ എന്നെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച്. സ്വലാത്തിഹിം സാഹൂൻ, എന്താണ്? അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അവർ അശ്രദ്ധയിലാണ്. അൻ സംബന്ധിച്ച്, അതിൻ്റെ കൂടെ യാ ചേർത്തപ്പോൾ അന്നീ എന്നെ സംബന്ധിച്ച്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ. എവിടെയാണ് അല്ലാഹ് ഉള്ളത്? എന്താണ് അല്ലാഹു? ആരാണ് അല്ലാഹു? റമദാനിൽ നോമ്പെടുക്കാനൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് ഓൻ എവിടെ? മനസ്സിലായോ? അല്ലാഹു എവിടെ? അല്ലാഹു എന്താണ്? എന്തിനാണ്? ഇങ്ങനൊക്കെ തുടങ്ങിയിട്ട് എൻ്റെ അടിമകൾ നിന്നോട് ചിലപ്പോൾ ചിലതൊക്കെ അന്വേഷിക്കും. അങ്ങനെ ചോദിച്ചാൽ നീ പറഞ്ഞേക്കുക, ഫ അപ്പോൾ അങ്ങനെയെങ്കിൽ, അങ്ങനെ, ഇന്നീ നിശ്ചയമായും ഞാൻ, എന്താണ്? നിശ്ചയമായും ഞാൻ, ഖരീബ് അടുത്താണുള്ളത്. അള്ളാഹു എവിടെയുള്ളത്? അടുത്താണുള്ളത്. അള്ളാഹു ഒരുപാട് അകലെയല്ല. മല കയറുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയും. ഒരിക്കൽ ഉച്ചത്തിൽ എല്ലാവരും കൂടി അള്ളാഹു അക്ബർ എന്ന് അട്ടഹസിക്കുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ, അള്ളാഹു അടുത്താണുള്ളത്, നിങ്ങളിങ്ങനെ ഒച്ചട്ടിട്ട് പറയണ്ട. മനസ്സിലായോ? ചില മതവിഭാഗങ്ങളുടെ ആരാധനകൾ തന്നെ ഒച്ചയും വിളിയാണ്. ഉറക്കെ ഒച്ച ഉണ്ടാക്കും. നമ്മൾ
മസ്ജിദുൽ അക്സൻ്റെ അടുത്ത് വിലാപ മതിലിനപ്പുറത്ത് യഹൂദികളെ കണ്ടു, ജൂതന്മാർ. ഭയങ്കര ഒച്ചപ്പാടാണ്, എന്തല്ലോ ഒന്നാമത് അവരുടെ ഭാഷ നമുക്ക് അറിയാത്തതുകൊണ്ടും കൂടി ആണ്. പക്ഷെ അവർ ഒച്ചത്തിലാണ്, അത്യുച്ചത്തിൽ ഉറക്കെ, അള്ള എവിടെയോ ആണെന്ന് വിചാരിക്കണ മാതിരിയാണ്. അങ്ങനെ നിങ്ങൾ ഒച്ചടണ്ടെന്നാണ്. റബീഉൽ അവ്വലൊക്കെയാണ് വരുന്നത്. ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്നും പരിസരത്തു നിന്ന് തന്നെ തോന്നും ഇതെന്തിനാ എത്ര ഒച്ചത്തിൽ എന്ന്. അങ്ങനെ ഒച്ചയിട്ട് തട്ടഹസിച്ച് ഒന്നും വേണ്ട. ഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട്. നമ്മളെപ്പോഴാണ് മനുഷ്യന്മാരോട് ഒച്ചയിട്ട് സംസാരിക്കുക? ദേഷ്യം പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ശരീരശാസ്ത്രമല്ല, പ്രഷർ കൂടും. നമ്മളൊരാളോട് സംസാരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. എന്താ ഇതിന് സംഭവിക്കണമെന്നറിയോ? ശരീരം മാത്രമേ അടുത്തുള്ളൂ, മനസ്സകന്നു എന്നതാണ്. അതിന് കുരുട്ട് ചോദ്യം എന്ന് അപ്പം ചോദിച്ചതിന് പറയാം, ചെവി ആക്കാത്ത ആളോടോ. അത് ടീച്ചർ ചോദിച്ച ഒരു കുരുട്ടാള്. കാരണം നമ്മളിപ്പോൾ അതിനെക്കുറിച്ചല്ലല്ലോ പറയണത്. അതൊക്കെ ഇപ്പം എന്നോട് ചോദിക്കൂലേ, എല്ലാം കൂടി കേൾക്കാതെ. ഞാനിപ്പോൾ നല്ലോണം സംസാരിക്കുകയാണ് ഒരാളോട് വിചാരിക്കുക, വളരെ സ്നേഹത്തോടെ സംസാരിക്കുമ്പം മെല്ലെ പറഞ്ഞാൽ മതി. പിന്നെ അയാളോട് പറഞ്ഞു, അപ്പോൾ അയാൾ പിന്നെയും പറഞ്ഞതല്ല പറയണത്, വേറെ ആണ് പറയണത്. പിന്നെയും പറയുമ്പോൾ അയാൾ പിന്നെയും പറഞ്ഞാൽ മനസ്സിലാവോടോ എന്ന് ചോദിക്കും. അപ്പോൾ എന്താ ചോദിക്കണത്? അപ്പോഴേക്ക് ഇയാൾ എവിടെ എത്തി? അടുത്തുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്. അടുത്തുള്ളത് തടി മാത്രമാണ്. എന്തായിട്ടുണ്ട്? മനസ്സകന്നിട്ടുണ്ട്. മനസ്സകന്നാൽ പിന്നെ ഒച്ചത്തിലാണ്, ശബ്ദം. കറക്റ്റ്. അതുകൊണ്ടാണ് ചില വീട്ടിൽ നിന്നും ഒച്ച ഭയങ്കരമായിട്ട് കേൾക്കണത്. മോൻ്റെ നമ്മൾ വിചാരിക്കും ഇവർക്ക് തമ്മിലും പറഞ്ഞാൽ പോരെ. തമ്മിൽ പറയണമെങ്കിൽ ഒരടുത്തൊന്നല്ല ഉള്ളത്, അവരടുത്തല്ല ഉള്ളത്. അവരെവിടെയുള്ളത്? അവരകന്നിരിക്കുന്നു. അപ്പൊ കാത് അകന്നാൽ മാത്രമല്ല, മനസ്സകന്നാലും ഒച്ച കൂടും. അപ്പുറത്ത് കേൾക്കും. ദേഷ്യം പിടിക്കുന്ന കണ്ടിട്ടില്ലേ ചില ആളുകൾ? പരിസരബോധമില്ലാതെ ഫോണിൽ ദേഷ്യം പിടിക്കും ചില ആൾക്കാർ. മറുതലക്കുള്ള അയാൾ മാത്രമല്ലല്ലോ ഇത് കേൾക്കുന്നത്, ബസ്സിലടുത്ത സീറ്റിൽ ഇരിക്കണവനൊക്കെ ഇത് കേൾക്കേണ്ടി വരും. പക്ഷെ മനസ്സകന്നാലാണ് ഈ സംഭവിക്കുക. എന്താണ്? അതെ, അതൊക്കെ ഇതിൽ പ്രശ്നമാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ അള്ളാഹു നമ്മളോട് പറയാണ്, അള്ളാഹു എന്താണ്? സമീപസ്ഥനാണ്, ഖരീബ്, അവൻ അടുത്തുണ്ട്, അവൻ അകലെയല്ല. എത്രത്തോളം അടുത്തുണ്ട് എന്നറിയുമോ? നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ഠനാടിയേക്കാൾ അടുത്തുണ്ട്. എടേ കണ്ഠനാടിയുള്ള ആൾക്കാരൊന്ന് കൈവന്ന്. കണ്ഠനാടി എന്ന് പറഞ്ഞാൽ എവിടെയാ? നമ്മള് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മിടിപ്പുകളിൽ അവസാനം നിലക്കുന്നത് കണ്ഠനാടിയായി. അപ്പോൾ ഒരാൾ മരിച്ചണോ നോക്കാൻ പോയിട്ട് കൈ പിടിച്ചു നോക്കിയിട്ട് പൾസ് കാണുന്നില്ലെങ്കിൽ എന്നാൽ പിന്നെ പള്ളിയിലേക്ക് വിളിച്ച് പറഞ്ഞോളി എന്ന് പറയാൻ നിൽക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്തംഭിച്ചു പോയാൽ പിന്നെ ഇവിടെ മിടിക്കൂല, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കണക്ഷൻ വിട്ടാൽ ഇത് മിടിക്കൂല. അപ്പോൾ പക്ഷെ ഇത് ഏറ്റവും അവസാനമാണ് നിൽക്കുക. ഇത് ഇങ്ങനെ പിടിച്ചു നോക്കരുത്. ഈ കൈ കൊണ്ടാണ് ഈ ഭാഗം, ഈ കൈ കൊണ്ടാണ് ഈ ഭാഗം പിടിച്ചു നോക്കുക. അവസാനം എന്നൊരു എക്കിൾ വരും. നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും, മനസ്സിലായോ? അവസാനത്തെ അതിലാണ് ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്നൊക്കെ പറഞ്ഞല്ലേ, അവിടെ നോക്കിയാൽ അറിയാം സംഗതി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അതെ, തിരിച്ച് അങ്ങനെയാണ് അതിൻ്റെ ശരിയായ മിടിപ്പ് കിട്ടുക. അങ്ങനെ പിടിച്ചു നോക്കരുത്.
ഈ കണ്ഠനാടി നമ്മളോട് എത്ര അടുത്ത് നിൽക്കുന്നുവോ അതിനേക്കാൾ അടുത്താണ് അള്ളാഹു ഉള്ളത്. പിന്നെ അതിൻ്റെ അടുക്ക് എന്തിനാ വേറൊരാള്? അതിൻ്റെ അടുക്ക് വേറെ ആൾ വേണോ? വേണ്ട. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, അറിയുക നിങ്ങളുടെയും നിങ്ങളുടെ ഖൽബിൻ്റെയും ഇടയിൽ മറയായിട്ട് ആരുണ്ട്? അല്ലാഹു. നമ്മളെ ഏറ്റവും അടുത്ത ആള്, നിങ്ങൾ മനസ്സിലാലോചിച്ച് നോക്ക്, നിങ്ങളെ ഏറ്റവും അടുത്ത ആള്. ഓ, ഓളിപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ എന്നെ തന്നെ തോന്നണേന്നാണ്. ഓളിപ്പോൾ ഓളെ ഏറ്റവും അടുത്ത ആളെന്ന് വിചാരിച്ചപ്പോൾ എന്നെ തോന്നിയാൽ മതിയായിരുന്നു വിചാരിച്ചവരുണ്ട്, തിരിച്ചുണ്ട്. അത് വിചാരമൊക്കെ നല്ല തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ അതൊക്കെ ഒരു തോന്നലാണ്. ഉപാധികളുമുണ്ട് അതിന്. നമ്മളേറ്റവും അടുത്ത ആളെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളോടുള്ള നമ്മുടെ ബന്ധം പോലും ചില കണ്ടീഷൻസ് ഉണ്ട്. ഒരു ഉപാധിയുമില്ലാത്ത ഏറ്റവും അടുത്ത ബന്ധം എന്ന് പറയുന്നത് റബ്ബുമായിട്ടാണ്. ഒരു ഉപാധിയുമില്ലാത്ത ബന്ധം അത് റബ്ബുമായിട്ടാണ്. അല്ലാത്തതിനൊക്കെ ഉപാധികളുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും വേർപിരിയൂലെന്ന് തോന്നുന്നിടത്തൊന്നും ചിലരുണ്ടാകുന്നത് വെറും. കാരണം ആ കണ്ടീഷനും ക്യാൻസലായാൽ മറ്റതും ക്യാൻസലായി. നമ്മൾ എത്ര അടുത്ത ആളോടാണെങ്കിലും നമ്മൾ മനസ്സിലുള്ളത് പറഞ്ഞാലേ അവർക്കറിയൂ, ശരിക്കും അറിയുള്ളൂ. നമ്മൾ പല പാർട്ട്ണർമാരും പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ അങ്ങനല്ലേനും വിചാരിച്ച്. ഈ വിചാരിച്ചത് ഓന് തിരിഞ്ഞില്ല. മക്കളെ പറ്റിയിട്ട് വാപ്പ പറയും, എന്നാലും ഞാൻ ഓനെ പറ്റി അങ്ങനെ വിചാരിച്ചില്ലായിരുന്നു. ഇനി വിചാരിച്ചത് ഓനറിയില്ല. എന്തെങ്കിലും വിചാരം മക്കളെ പറ്റിയുണ്ടെങ്കിൽ വിളിച്ച് പറയാം, കുഞ്ഞുമോനെ ഇനി ഇങ്ങനെ തന്നെ ആവണം എന്നാട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞേക്കാം. കാരണം നിങ്ങൾ വിചാരിക്കുമ്പം തന്നെ ഓനും വിചാരം വേറെ തുടങ്ങിയിട്ടുണ്ടാവും, അല്ല ഓളും വേറെ വിചാരം തുടങ്ങിയിട്ടുണ്ടാവും. ഈ രണ്ട് വിചാരവും കൂടി ഇങ്ങനെ പോയാൽ അവനാൻ്റെ വിചാരത്തിനെ മാനിക്കേണ്ടി വരും പലപ്പോഴും. സംഗതി സ്വന്തം ഉമ്മാണ് വാപ്പാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മയും വാപ്പയാണത് എൻ്റെ ഉമ്മയും വാപ്പ ആയതുകൊണ്ടാണല്ലോ. അപ്പം എൻ്റെ വിചാരമാണ് ചിലപ്പോൾ എനിക്ക് പരിഗണിക്കേണ്ടി വരിക എന്നുള്ളിടത്ത് വരും. അങ്ങനെയാണ് പല പ്രശ്നം ഉണ്ടാവുക. മക്കളെ പറ്റി എന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ മക്കളോട് പറയണം. പാർട്ട്ണറെക്കുറിച്ചോ പാർട്ട്ണർ ഇന്നത് ചെയ്യണമെന്നോ നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ സ്നേഹപൂർവ്വം ഒരു ചായ വാങ്ങി കുടിച്ചിട്ട് അന്നേരം നിങ്ങൾ വിചാരം അങ്ങോട്ട് പറയണം. ഞാൻ ഇങ്ങനെ ആയിരുന്നു വിചാരിച്ചത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമല്ല. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരേ ഒരുത്തനേ ഉള്ളൂ, അത് റബ്ബാണ്. അപ്പം റബ്ബിന് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ കൽബിലുള്ളത് അറിയാം. കാരണം നിങ്ങളുടെയും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെയും നടുവിലല്ല അള്ളാഹു ഉള്ളത്, നിങ്ങളുടെയും നിങ്ങളുടെ കൽബിൻ്റെയും ഇടയിൽ തന്നെ അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട്. ചില ആളുകൾ പറയുന്നത്, ഇപ്പം നമ്മൾ പ്രധാനമന്ത്രിനെ കാണണമെങ്കിൽ നേരിട്ട് പ്രധാനമന്ത്രിൻ്റെ അടുത്ത് പോകില്ലല്ലോ. നമ്മളെന്താ ചെയ്യുക? MP-നോട് പറയും അല്ലേ, പ്രധാനമന്ത്രിൻ്റെ ഓഫീസായിട്ട് ബന്ധപ്പെടും. അവിടെ സെക്രട്ടറി ഉണ്ടാവും, PA ഉണ്ടാവും, പേഴ്സണൽ അസിസ്റ്റൻ്റ്, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ബന്ധപ്പെട്ട് സമയമൊക്കെ വാങ്ങി അങ്ങനല്ലേ പോയിട്ട് പറയുക. അള്ളാഹു എന്ന് പറയുന്നത് മഹാനല്ലേ, വലിയവനല്ലേ. അപ്പോൾ ആ അള്ളാഹിൻ്റെ അടുത്തേക്ക് നമ്മളങ്ങനെ നേരിട്ട് പോയാൽ പറ്റുമോ? നമ്മളൊക്കെ സാധുക്കളല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു ആദരിച്ചവരെ നമ്മളും ആദരിക്കുക, അള്ളാഹു ബഹുമാനിച്ചവരെ നമ്മളും ബഹുമാനിക്കുക. എന്നിട്ട് ഓലോട് പറഞ്ഞാൽ ഓല അങ്ങോട്ട് പോയിട്ട് പറഞ്ഞോളൂ എന്നാണ്. ഓൽക്ക് പ്രധാനമന്ത്രിനെയും തിരിഞ്ഞില്ല, അള്ളാഹിനെയും തിരിഞ്ഞില്ല. അങ്ങനെ പ്രധാനമന്ത്രി ആവേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യന്മാരുമായിട്ട് അടുപ്പമില്ല എന്നതുകൊണ്ടാണ്. അടുപ്പമുള്ള ഒരാളെ സഹായം വേണ്ടിയിരുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, ഞാൻ നിങ്ങളോട് ഏറ്റവും അടുത്ത ആളാണ്, ഏറ്റവും അടുത്ത ആളാണ്, ഞാൻ നിങ്ങളോട് ഏറ്റവും അടുത്ത ആളാണ്.
നമ്മളോട് ഏറ്റവും അടുത്ത ഒരാളോട് നമ്മൾ വേറെ ആൾ വഴി കാര്യം പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടുമോ? ഞാനും ആലിക്കോയ മാസ്റ്ററും തമ്മിൽ വളരെ ക്ലോസ്, നല്ല ബന്ധത്തിൽ നിൽക്കുകയാണ്. എനിക്ക് ഇദ്ദേഹത്തോട് എന്തോന്ന് പറയണം. അപ്പം ഞാനത് പറയാൻ വേണ്ടിയിട്ട് വേറെ ആളെ ഏൽപ്പിച്ചാൽ ഉടനെ ആ കേട്ടപാടായിരിക്കും എന്തെങ്കിലും ചോദിക്കുക, ആ മൂപ്പർക്ക് എന്നോട് പറഞ്ഞ പോരേനോ, അതിനിപ്പോൾ എന്തിനാ ഒരാളെ വേറെ ഏൽപ്പിച്ച്, ആ മൂപ്പർക്ക് എന്നോട് അത്ര ബന്ധമില്ലേ തോന്നൂലേ? അല്ലാഹു തആലയായിട്ട് ഉള്ളതിനേക്കാൾ ബന്ധം ദുനിയാവിൽ ഒരാളുമായിട്ട് നമുക്കില്ല. എങ്കിൽ പിന്നെ അള്ളാഹു പറയാണ്, ഞാനാണ് നിങ്ങളോട് ഏറ്റവും അടുത്തത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ എന്ത് വേണ്ടിയില്ല? വേറെ ആൾ വേണ്ടതില്ല. പക്ഷെ തവസ്സുൽ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. നമ്മൾ ഈ തവസ്സുൽ ഇസ്തിഗാസ എന്ന് ഒന്നിച്ച് പറയണോണ്ട് നമുക്ക് ചിലത് തിരിയായിട്ടാണ്. തവസ്സുൽ ഇസ്തിഗാസ എന്നുള്ളത് രണ്ടും ഒരേ സാധനമല്ല. ഇസ്തിഗാസ എന്ന് പറയുന്നത് വേറെയാണ്, തവസ്സുൽ എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം തേടുക എന്നാണ്. അത് അല്ലാത്ത ആരോട് ചോദിച്ചാലും ശിർക്കാണ്. അള്ളാഹിനോടെ സഹായം തേടാൻ പാടുള്ളൂ, പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതേസമയത്ത് തവസ്സുൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? അല്ല. തവസ്സുൽ എന്ന് പറഞ്ഞപ്പോൾ ഗുഹയിൽ കുടുങ്ങിയ 3 ആളുകളുടെ കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഹദീസിൽ വന്നതാണ് അല്ലേ? ഗുഹാമുഖം വന്ന് വലിയ പാറക്കല്ല് കൊണ്ട് അടഞ്ഞു. അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയ ആൾക്കാർ എന്താ പ്രാർത്ഥിച്ചത്? എങ്ങനെയാ പ്രാർത്ഥിച്ചത്? അവർ ചെയ്ത അമലിനെ മുൻനിർത്തി പ്രാർത്ഥിച്ചു. ഇതിനാണ് തവസ്സുൽ എന്ന് പറയാം. അവരുടെ അമലിനെ തവസ്സുലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. പടച്ചോനെ, ഞാൻ നിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് റബ്ബേ അന്ന് അങ്ങനെ ചെയ്തത്. അതിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഈ പ്രതിസന്ധിയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തി തരണേ. ഇതാണ് തവസ്സുൽ. അത് ചെയ്യാൻ പാടില്ല എന്നില്ല. പിന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഏതാന്ന് വെച്ചാൽ ആരാൻ്റെ അമലിനെ മുൻനിർത്തി നമ്മൾ തോരക്കലാണ്. ഇന്നടുത്തുള്ള ഇന്നാളുടെ ഹക്ക് ജാവ് വർക്കത്ത് കൊണ്ട് ഇന്നെ കഴിച്ചലാക്കി തരണേന്ന്. വേറൊരാൾ എടുത്ത പണിൻ്റെ കൂലി നമുക്ക് കിട്ടണമെന്നാണ് ഈ പറയുന്നത്. ഇതിനാണ് തവസ്സുൽ എന്ന് പറയുന്നത്. അതേസമയത്ത് ഇസ്തിഗാസ എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്തവരോട് ചെയ്താൽ ശിർക്കും, അള്ളാഹുവോട് ചെയ്താൽ തൗഹീദും, അള്ളാഹുവോട് ചെയ്യൽ ഫർളും, അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ഹറാമുമായ കാര്യമാണ് ഇസ്തിഗാസ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് നിങ്ങളെ കണ്ടിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നത്. ശരിയാണോ? അള്ളാഹുവേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയൽ ഫർളാണ്, അത് തൗഹീദാണ്. അള്ളാഹിനോട് ദുആ ഫർളാണല്ലോ അല്ലേ? അള്ളാഹു അല്ലാത്ത വേറെ ആരോടെങ്കിലും ആയിക്കോട്ടെ, CM മടവൂരേന്നോ അല്ലെങ്കിൽ മൊയ്തീൻ ഷെയ്ഖേന്നോ അമ്പർത്ത തങ്ങളേന്നോ മുത്തുപേട്ടയിലെ പാപ്പാന്നോ ഒക്കെ വിളിച്ചിട്ട് ബദിരിങ്ങളെന്നോ ഓല് നല്ല ആൾക്കാരൊക്കെ ആയിരിക്കും, ഓലെ വിളിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയൽ ശിർക്കാണ്, ഹറാമാണ്. മനസ്സിലായോ? അതേ സമയത്ത് മൊയ്തീൻ ഷെയ്ഖിൻ്റെ അമലുകൾ കൊണ്ട് പടച്ചോനെ അതിൻ്റെ ഒരു ബർക്കത്തുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയൽ ശിർക്കല്ല. അപ്പോൾ അതൊക്കെ വേർത്തി മനസ്സിലാവണം എന്നുള്ളവർക്ക് പറഞ്ഞാണ്. നമ്മളിതെല്ലാം കൂടി ഒന്നിച്ച് കൊയമാന്തരാക്കിയിട്ടാണ് പറയാം. ശിർക്ക് എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യലാണ്. അപ്പം അള്ളാഹു താല പറയാണ്, ഞാൻ നിങ്ങളെ അടുത്തുണ്ട്, പിന്നെ വേറെ എന്തോ ആവശ്യമില്ല, വേറെ ആരോട് ചോദിക്കണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രമാത്രം ബുദ്ധിശൂന്യമാണത്. അള്ളാഹ് പറയാണ് ഞാൻ നിങ്ങളെ ഏറ്റവും അടുത്താണ്. അടുത്തായത് കൊണ്ടോ തീർന്നില്ല, ഉജീബു ഞാൻ ഉത്തരം നൽകുന്നു. ഉജീബു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഉത്തരം ചെയ്യും. ദഅവത വിളിക്ക്, അദ്ദാ ആ വിളിക്കുന്നവൻ്റെ, ദാ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നവൻ, ദാഇ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നവൻ, പ്രബോധകൻ എന്ന് നമ്മൾ വേറെ നിലക്കർത്ഥം പറയാം. ദഅവത്ത് എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിളി.
വിശദീകരണമല്ല, വിളിയാണ്. വിളിയാണ്. അതായത് ഒരാളെ ഇസ്ലാമിലേക്ക് വിളിക്കുന്നതിനാണ് ദഅവത്ത് എന്ന് പറയുക. ഇസ്ലാം എന്താന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് തബ്ലീഗ് എന്നാണ് പറയുക. ഒരാൾക്ക് ഇസ്ലാം നല്ലതാണ് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് എന്താ പറയുക? തബ്ലീഗ്. അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബല്ലഗ യുബല്ലിഗു തബ്ലീഗ്, എത്തിച്ചു കൊടുക്കുക, വിശദീകരിച്ചു കൊടുക്കുക, ബയാൻ ചെയ്യുക. ദഅവത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിവരങ്ങളൊക്കെ എത്തിയ ആളോട് പോരൂ, ഇസ്ലാമിലേക്ക് വരൂ എന്ന് പറയുന്നതിനാണ് പറയാം. അങ്ങനാണെങ്കിൽ ആരാ ദഅവത്ത് നടത്തൽ എന്നുള്ളത് വേറെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ പക്ഷേ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് മുസ്ലിം മതസംഘടനകളുടെ പ്രഭാഷണത്തിന് വരെ ദഅവത്ത് എന്ന് പറയും. നമ്മൾ തമ്മിൽ നടത്തുന്ന സംവാദങ്ങൾ, വാദപ്രതിവാദ കോലാഹലങ്ങൾ, ചർച്ചകൾ, പിന്നെ അതിനൊക്കെ നമ്മൾ ദഅവത്ത് എന്ന് പറയും. യഥാർത്ഥത്തിൽ ദഅവത്ത് എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ്. അപ്പം ഇസ്ലാമിലേക്ക് ഉള്ള വിളിയാണ് ഇസ്ലാമിലേക്കുള്ള ദഅവത്ത്. ഇത് പക്ഷേ അള്ളയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഉജീബു, ഞാൻ ഉത്തരം നൽകും, ദഅവത്തദ്ദാഇ, ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക്, വിളിക്കുന്നവൻ്റെ വിളിക്ക്. അപ്പോൾ അള്ളാഹുവിനോടുള്ള വിളി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അല്ലാണ്ട് അള്ളാഹിനോട് ഇങ്ങോട്ട് വാ എന്ന് പറയൂലല്ലോ. അള്ളാഹുവിനോടുള്ള വിളി എന്ന് പറയും. അപ്പോൾ ഓരോ സംഗതിയും ആരോടാണ് എന്നതിനനുസരിച്ച് മാറുമല്ലേ? ഓരോന്നും പറയുന്നത് ആരോടാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ അർത്ഥം മാറുമല്ലേ? മാറും. അപ്പോൾ പട്ടിക എടുത്തുകൊണ്ടുവരാൻ പറയണത് ആശാരിനോടാണെങ്കിൽ പട്ടിക എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് അധ്യാപകൻ ക്ലാസ്സിൽ കുട്ടീനോടാണ് പറയണമെങ്കിൽ ആചാരപ്പട്ടികയാണ് കൊണ്ടുവരിക, അല്ലേ? ആചാരപ്പട്ടിക കൊണ്ടുവരേണ്ട അടുത്ത് മരത്തിൻ്റെ പട്ടിക കൊണ്ടുവരേണ്ട അടുത്ത് ആചാരപ്പട്ടികയും കൊണ്ടു കൊടുത്താൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കാവും. അല്ലാഹു തആലയോടുള്ള ദുആ എന്ന് പറയുന്നത് അള്ളാഹിനെ നമ്മളിങ്ങനെ ഇവിടെ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നതിനല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഉജീബു ദഅവത്തദ്ദാഇ, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. ഇദാ ദഅൻ, ഇദാന്നല്ല ഇദാ ദഅൻ, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ, ഇതാന്നാണ് ആൽ. അപ്പോൾ ഞാൻ ഉത്തരം ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ഇനിയും കണ്ടീഷൻ പറയണ്ടേ? ആദ്യം തന്നെ പറയുന്നത് എന്നോട് പ്രാർത്ഥിക്കുക എന്നതാണ്. എന്നോട് പ്രാർത്ഥിക്കണം, അപ്പോഴാണ് ഞാൻ ഉത്തരം നൽകുക. അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകുമോ? നൽകും. ഇത് ഞാൻ കുറേ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇനി പറയാൻ പോകുന്നൊരു ഉപാധിയും കൂടിയിട്ട് അതും ചെയ്യണം, എന്നാൽ അള്ളാഹു ഉത്തരം നൽകും, ഒരു സംശയവും വേണ്ട. നമ്മൾ ചോദിക്കുന്നത് തന്നെ കിട്ടുമോ? ചോദിക്കുന്നത് തന്നെ കിട്ടലല്ല, ശരിയായ ഉത്തരം നൽകൽ. പണ്ട്, വളരെ പണ്ട്, അല്ലെങ്കിൽ കരണ്ടില്ലാത്ത ദിവസം ഇസ്തിരിടാൻ വേണ്ടിയിട്ട് ചിരട്ട കത്തിച്ച് കനലാക്കൂലേ? ഒന്നെങ്കിൽ പണ്ട്, അല്ല ഇപ്പോൾ കരണ്ടില്ലാത്ത ദിവസം. ആ കനൽ കണ്ടിട്ട് കുട്ടി നല്ല തിളക്കമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വേണം എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമുള്ള ഉമ്മ എൻ്റെ കുട്ടി എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുമെന്നും പറഞ്ഞിട്ട് അത് വാരി കൊടുക്കുമോ? അങ്ങനെയാണ് പിന്നെ ആ സ്നേഹമുള്ള ഉമ്മനെ നമ്മൾ വേറെ പേരാ വിളിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ സ്നേഹമുള്ള ഉമ്മ എന്ത് ചെയ്യും? മോനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് കുട്ടിക്ക് തിരിയൂല. അപ്പോൾ നമ്മൾ ഓന് കളിക്കാൻ വേറെ എന്തെങ്കിലും എടുത്തു കൊടുക്കും. ചിലപ്പോൾ ഓനെ എടുത്ത് എറിഞ്ഞാളൂ. ശരിയല്ലേ? അള്ളാഹിനോട് നമ്മൾ ദ്വാരിക്കുന്ന പല സംഗതികളും നമുക്ക് അള്ളാഹു നടത്തി തന്നാൽ അത് താങ്ങാൻ നമുക്ക് കഴിയൂല, അത് കിട്ടിയാൽ നമുക്ക് ആവൂല. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? വേറെ വല്ലതും തരുമ്പോൾ നമ്മൾ അത് എറിഞ്ഞാളും. അപ്പോൾ അത് വലിയ അബദ്ധമാണ്.
അപ്പം അള്ളാഹു താലക്ക് നമ്മളോട് സ്നേഹം ഉള്ളതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് എല്ലാം തരില്ലല്ല അള്ളാഹ് ചെയ്യുക. അള്ളാഹു നമുക്ക് വേണ്ടത് തരികയാണ് ചെയ്യുക. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു നമുക്ക് വേണ്ടത് തരും. നമുക്ക് എന്താണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല, ഒന്നും അറിയില്ല. നമുക്ക് ബസ് കിട്ടലാണോ കിട്ടാതെക്കലാണോ വേണ്ടത് നമുക്കറിയില്ല. നമ്മളെ മുമ്പിൽ വന്നിരിക്കുന്ന ആ ഗ്ലാസ്സിലെ വെള്ളം ഞാൻ കുടിക്കലാണോ കുടിക്കാതിരിക്കലാണോ നല്ലത് എന്ന് നമുക്കറിയില്ല. അള്ളാഹുവിന് നമ്മളോടുള്ള വല്ലാത്ത സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും ചിലപ്പോൾ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു കപ്പ് ചായയിൽ നമുക്ക് പറ്റാത്ത വല്ലതുമുണ്ടെങ്കിൽ നമ്മുടെ കൈപ്പിടുത്തത്തിൽ തന്നെ അത് വഴുതി നിലത്ത് വീണ് കോപ്പയടക്കം പൊട്ടിപ്പോവും. അത് തന്ന ആളെ നമ്മൾ ചീത്ത പറയും, ശ്രദ്ധിക്കണ്ടേ എന്ന് ചോദിക്കും. അത് കൈതട്ടി മറിച്ചിട്ടതിന് ചിലപ്പോൾ അവളുടെ കവിളത്തടിക്കും. യഥാർത്ഥത്തിൽ അത് വീണതിൻ്റെ പിന്നിൽ എൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായ ഒരു തീരുമാനം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും. നമുക്കറിയില്ല. ഖുലിഖൽ ഇൻസാന ദഈഫ, അത്രയും ദുർബലനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മറവിയായിരിക്കും നിങ്ങളുടെ ജീവൻ നിലനിൽക്കാനുള്ള ഏക കാരണം. പക്ഷെ അതറിയാതെ മനുഷ്യൻ മറവിയെ പഴിക്കും, വല്ലാത്തൊരു എന്നും പറഞ്ഞിട്ട്. അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു അത് സ്വീകരിച്ചിരിക്കും. അള്ളാഹ് പറഞ്ഞതാണ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. അതൊന്നുകിൽ ചോദിച്ചത് തന്നെയാണ് ഖൈറെങ്കിൽ അത് തരും, ഇല്ലെങ്കിൽ വേറൊന്നു തരും, ഇല്ലെങ്കിൽ ചോദിച്ച കാരണത്താൽ സംഭവിക്കാനിരുന്ന ഒരു മുസീബത്തിന് അള്ളാഹു മാറ്റിത്തരും. അതുമല്ലെങ്കിൽ ചോദിച്ചു എന്നതിന് അള്ളാഹു പ്രതിഫലം തരും. അപ്പം നമ്മൾ വിചാരിക്കും രക്ഷപ്പെട്ടു. അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു നമുക്കറിഞ്ഞുകൂടാത്ത തീരുമാനമാണ്. ഞാൻ ഇന്നലെ പോയി ചൂരൽമലയിൽ. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതൊന്നുമല്ല കാഴ്ച, ഫോട്ടോയിൽ കണ്ടതുമല്ല. അതിന് മുകളിലേക്ക് പ്രവേശനമല്ല. നമ്മൾ കളക്ടറെ പ്രത്യേക അനുമതിയൊക്കെ വാങ്ങി ആദ്യം തന്നെ തയ്യാറായിട്ട് പോയതാണ്. അതുകൊണ്ട് മേലോട്ട് പോകാൻ തന്നെ പറ്റിയത്. ഫോട്ടോയിൽ കാണുന്നൊന്നുമല്ല, വീഡിയോയും അല്ല. നേർക്ക് നേരെ കണ്ടാൽ സാധാരണ നമ്മളെന്തെങ്കിലും കാണുമ്പോൾ വേഗം ഫോട്ടോ എടുക്കും. എൻ്റെ കൈ അവിടെ നിന്ന് മല ഇറങ്ങണത് വരെ മൊബൈലിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ എടുക്കാൻ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഫോട്ടോ അല്ല, ഫോട്ടോയിൽ ഇത് പകർത്താൻ കഴിയായിരുന്നെങ്കിൽ ഇക്കണ്ട ഫോട്ടോൻ്റെ അകത്തുനിന്ന് നമുക്ക് തിരിയായിരുന്നു അതെന്താന്ന്. അത്രയും ക്ലാരിറ്റി ഉള്ള പല ഫോട്ടോസും വന്നിട്ടും നമുക്ക് തിരിഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം അതിനേക്കാട്ടും വലിയൊരു ഫോട്ടോ ഒന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല. വല്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ അതൊക്കെ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നും പറ്റാത്ത വീടുണ്ട് ഇതിൻ്റെ ഇടയിൽ. ആ വീട്ടിലുള്ളവർ മരിച്ചിട്ടുണ്ട്. ആ വീട്ടിലുള്ള ആളുകൾ മരിക്കാൻ കാരണം ഈ ഒച്ചപ്പാടും സംഗതിയെല്ലാം കൂടി കേട്ടപ്പോൾ അവർ ഇറങ്ങി ഓടിയതാണ്. ഇപ്പം നമുക്ക് മനസ്സിലാകണ്ടേ, ഓല ഇറങ്ങി ഓടിയില്ലായിരുന്നെങ്കിൽ ഓൽക്കൊന്നും പറ്റൂല, കാരണം വീട്ടിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അന്ന് അത് ഓൽക്ക് അറിയില്ല. അപ്പോൾ പിന്നെ നമ്മളറിയാത്ത പ്രപഞ്ചത്തിൽ ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളൂ, അള്ളാഹു നിങ്ങൾക്ക് തരും. വ്യത്യസ്ത രീതിയിലാണ് തരിക. ചിലപ്പോൾ നമുക്ക് തോന്നും ഇയാൾക്ക് വേണ്ടി തോരുന്നിട്ട് ഇപ്പം എന്താ കാര്യമോ, എല്ലാം കഴിഞ്ഞില്ലേന്ന്. അല്ല, അള്ളാഹു ദുആ സ്വീകരിക്കും, വ്യത്യസ്ത രീതിയിൽ സ്വീകരിക്കും. ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ ദുആഇന് ഉള്ള പ്രതിഫലം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, അത് കിട്ടും. അപ്പം അതിന് വേണ്ട ഒന്നാമത്തെ ഉപാധി ചോദിക്കുന്നത് അവനോട് ചോദിക്കണം എന്നാണ്. അള്ളാഹിനോട് തന്നെ ചോദിക്കണം, വേറെ ആരോടും ചോദിച്ചിട്ട് കാര്യമല്ല. എന്നാൽ രണ്ടാമത്തെ ഉപാധി എന്താണ്? ഫൽ യസ്തജീബു ലീ, എനിക്ക് ഉത്തരം നൽകണം. ഫൽ യസ്തജീബു, അവർ ഉത്തരം ചെയ്യട്ടെ, ലീ, എനിക്ക്. അഥവാ അള്ളാഹു ഒരു വിഗ്രഹമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മണ്ണുകൊണ്ട്, വെങ്കലം കൊണ്ട്, സ്വർണം കൊണ്ട്, വെള്ളി കൊണ്ട് ഉണ്ടാക്കപ്പെട്ടവനല്ല എന്ന് മാത്രമല്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ അങ്ങോട്ട് പറയണെല്ലാം ഇങ്ങനെ നിശബ്ദമായി കേട്ടിരിക്കുന്നവൻ അല്ല. ഇലാഹ് ഇങ്ങോട്ട് പറയുന്നുണ്ട് പലതും. ആ പറയണതിന് നിങ്ങൾ ഉത്തരം കൊടുക്കണം. അപ്പം അള്ളാഹു നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം തരും.
ഇങ്ങനെ ഒരു പാരസ്പര്യത്തിനാണ് ഈമാൻ എന്ന് പറയാം. ആമന യൂമിനു ഈമാനൻ എന്ന് പറഞ്ഞാൽ നിർഭയനായിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കേസാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ പരസ്പരമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഒരാൾ പറയണ മറ്റേ ആൾ കേൾക്കുന്നില്ല, മറ്റേ ആൾ പറയണ ഇയാൾ കേൾക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയണത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ പറയണ ഞാൻ കേൾക്കുന്നില്ല. എത്ര സമയം ഫോൺ ചെയ്യാൻ പറ്റും? എത്ര സമയം ഫോൺ ചെയ്യാൻ പറ്റും? ഏതായാലും ഒരാൾ പറയണ മറ്റാൾ കേൾക്കുന്നുണ്ടല്ലോ, മറ്റാൾ പറയണ ഇയാൾ കേൾക്കുന്നില്ലെങ്കിലും എന്നാ പറയണോന്ന് അങ്ങനെ പറയോ? ഇല്ല. പറയുന്നത് തുടരണമെങ്കിൽ എന്തു വേണം? പരസ്പരം പറയണം. പരസ്പരം പറയണം. അതിപ്പോ ഈബത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരാൾ നമ്മളെ മുമ്പിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഓളുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളത് കേൾക്കണമെന്നില്ലെങ്കിൽ പിന്നെ ഓൾ എത്ര നേരം പറയും? പറയില്ല. എനിക്ക് കേൾക്കണം ഓളെ, ഒന്നും പറയാത്തന്നില്ല. ഞാൻ അങ്ങനെ കുറ്റം പറയാൻ വിചാരിക്കരുത് കേട്ടോ. ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഈ പറഞ്ഞു എന്നിട്ടോ എന്തായി എങ്ങനെ? ഈ ചോദ്യം വരുമ്പോഴാണ് എന്ത് ചെയ്യുക? വിശദീകരണം. എന്നിട്ട് ഓളെന്താക്കി? ഓളിങ്ങനെ. അപ്പോൾ ഓനെന്ത് മനുഷ്യനല്ലേ, എന്നിട്ടും അങ്ങനെ പറഞ്ഞു. ഇത് പറയുമ്പോഴാണ് എന്താവുക? പൂർണ്ണമായിട്ട്. അതല്ലാതെ ഒരാൾ പറയാൻ തുടങ്ങി, ഒരാളിങ്ങനെ പറയാൻ തുടങ്ങി, ടീച്ചറെ കാര്യമുണ്ടല്ലോ, അപ്പോൾ മറ്റേ ആൾ അത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് പ്രതികരിക്കുന്നില്ല. ഞാൻ പറയണമെന്ന് കേൾക്കണില്ലേ? ഈ ശ്രദ്ധിക്കണില്ലേ? മേണിച്ച് പോവില്ലേ? കമ്മ്യൂണിക്കേഷൻ സാധ്യമാവണമെങ്കിൽ എന്ത് വേണം? 2 വേ വേണം. അല്ലാഹു തആലയും അത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. നിങ്ങൾ ചോദിച്ചോ, ഞാൻ ഉത്തരം തരാം. ഞാൻ ചോദിച്ചതിന്, ഞാൻ വിളിച്ചതിന് നിങ്ങൾ ഉത്തരം തരണം. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹ്, അല്ലേ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന് ഉത്തരം നൽകുക, റസൂലിനും ഉത്തരം നൽകുക. ഇദാ ദഅാകും ലിമാ യുഹീകും, നിങ്ങൾ സജീവരാകുന്നതിന് വേണ്ടി അവൻ നിങ്ങളെ വിളിക്കുമ്പോൾ എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിളിയാണ് എല്ലാ സൽക്കർമ്മങ്ങളും, എല്ലാ ഇബാദത്തുകളും, എല്ലാ ആരാധനകളും അള്ളാഹുവിൻ്റെ വിളിയാണ്. ആ വിളിക്ക് ഉത്തരം നൽകുന്നവനാണെങ്കിൽ അള്ളാഹു നിങ്ങൾ ചോദിക്കുന്നതിനെല്ലാം ഉത്തരം നൽകും. ഫൽയസ്തജീബൂ ലീ വൽയുക്മിനൂ ബി, അവൻ എന്നെക്കൊണ്ട് വിശ്വസിക്കട്ടെ, അവൻ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും ചോദിച്ചളയാം. കിട്ടൂല. കിട്ടൂല. കിട്ടൂലേ? കിട്ടൂല. ഒരു 10 ഉറുപ്യ നമ്മൾ കൊടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു 10 ഉറുപ്യ നമ്മളോട് ഒരാൾ പറയാണ്, എന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, 4 മിനിറ്റിലെ ചോദിക്കുകയാണ്, 10 ഉറുപ്യ തരുമോ? അയ്യല്ല പറഞ്ഞ കാര്യമില്ല, ഞങ്ങൾ പോയിക്കോ. അറിയില്ലേ? നമ്മൾ കിട്ടണമെങ്കിൽ നമ്മളെന്താ പറയാ? കിട്ടും എന്നാണ് ഞാൻ നിങ്ങളോടല്ലാതെ ആരോടാണ് ചോദിക്കുക? അല്ലേ? ഞാൻ വളരെ പ്രതീക്ഷയിലാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. കാരണം നിങ്ങൾക്കാണ് എനിക്ക് തരാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോഴാണ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചവനും എന്താവുക? പ്രതീക്ഷ വെക്കാത്ത ഒരു ചോദ്യത്തിനും വോട്ടും ചോദിച്ച് പോണ ആള് സ്വകാര്യത്തിൽ സഹപ്രവർത്തകനോട് പറയാം, ഓൻ്റെ വോട്ടൊന്നും കിട്ടൂല എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. അത് കേൾക്കണോ പിന്നെ വോട്ട് ചെയ്യോ? ചെയ്യില്ല. സ്വാഭാവികം. അപ്പം വിശ്വസിക്കുക, പ്രതീക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ പ്രതീക്ഷയിൽ തന്നെ വേണം അള്ളാഹുവിനോടുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഇതൊന്നും അഭിനയമല്ല കേട്ടോ, ഒറിജിനലായിരിക്കണം. അഭിനയം നിങ്ങൾ അഭിനയിക്കലുണ്ടോ? മമ്മൂട്ടി പറയുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാവരും അഭിനയിക്കുന്നുണ്ട് എന്നാണ്. അഭിനയിക്കുകയും വേണം. മമ്മൂട്ടി അതിന് പറയുന്ന ഉദാഹരണം എന്താന്ന് വെച്ചാൽ, ഒരാൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മളെ വീട്ടിൽ വന്ന്, അപ്പോഴും നമ്മൾ പിന്നെ ഇറങ്ങിപ്പോടാന്ന് പറയാതെ നമ്മളെന്ത് ചെയ്യും? ഇരിക്കി, എന്നാണ് മോളെ കല്യാണം? ആ ചിരി നല്ല അഭിനയമാണ്. കാരണം ചിരിക്കാൻ വരുന്നില്ല.
ഇവിടെ ഇങ്ങനെ കടച്ചിലെടുക്കും, പക്ഷെ ചിരിക്കും. ചില ആൾക്കാർ നിങ്ങളോട് ചോദിക്കും അസ്സലാമു അലൈക്കും, ആ മാഷെ അറിയില്ലേ, പിന്നെ എന്നെ അറിയണ്ട എടേ, ആർക്കറിയാം. പക്ഷേ 10-15 ആളിടയിൽ വന്നിട്ട് എന്നെ അറിയില്ലേ എന്ന് വളരെ പ്രതീക്ഷാപൂർവ്വം ഒരാൾ ചോദിക്കുമ്പോൾ ഈ ഏതായിരുന്നു എന്ന് ചോദിക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു? അപ്പം അയാൾ അങ്ങനെ നമ്മളെന്താക്കണ്ട, മോശമാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്. പിന്നെ എന്ത് ചോദിക്കാനാ, ഇന്ന് ആരാന്ന് പറയണ കുരുത്തക്കേട് ചിലപ്പോൾ ചില ആൾ പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നതോടുകൂടി നിന്നെ വഷളാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയണ ഒരുത്തനെ നീ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്യുന്നത്. നിന്നെ അറിയാമെന്ന് അയാൾ തൽക്കാലം പറഞ്ഞ എന്തിനാണ്? നിന്നെ വഷളാക്കാതിരിക്കാനാണ് സത്യത്തിൽ. മനസ്സിലായോ? പിന്നെ അയാളെ ഈ പ്രതിസന്ധിയിലാക്കാണ് രണ്ടാമത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം അഭിനയം ഉണ്ട്. ഇപ്പൊ നോമ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നോമ്പില്ലാണ്ട് നോമ്പുള്ളതായിട്ട് അഭിനയിക്കലില്ലേ? പെണ്ണുങ്ങളതിൽ വളരെ മിടുക്കന്മാര്. മക്കളൊക്കെ വിചാരിക്കും ഉമ്മച്ചിക്ക് നോമ്പ് തന്നെയാണ്, ഉമ്മച്ചിക്ക് നോമ്പൊന്നും ഉണ്ടാവില്ല, നോമ്പെടുക്കേണ്ടാത്ത സമയമാണെങ്കിൽ. അപ്പം അഭിനയിക്കും, നോമ്പുണ്ട് എന്ന് അഭിനയിക്കും. ജീവിതത്തിൽ പല കാര്യങ്ങളും ആ സന്ദർഭത്തിൽ അഭിനയിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ മനുഷ്യന്മാർ തമ്മിലുള്ള കേസാണ്. ഫുൾ അഭിനയായിരിക്കൂല. അതേ സമയത്ത് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത് ഞാൻ നിങ്ങളോട് ഏറ്റവും അടുത്താണ്. ഒരു അഭിനയവും ആരുടെ നടക്കൂല? അള്ളാഹിൻ്റെ അടുത്ത് നടക്കൂല. അള്ളാഹിൻ്റെ അടുത്ത് നിങ്ങളെന്താണോ അതാണ്. ഇനി മനസ്സിൽ എന്തോ ഒരു സങ്കടം ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളെ അങ്ങനെ എല്ലാവരോടും പറഞ്ഞെടുക്കരുത്. അള്ളാഹിനോടാ പറയണ്ടേ. നമ്മളെ ബേജാറും വിഷമവും കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഓൽക്കിട്ട് പരിഹരിച്ചു തരാനും കഴിയൂല. പിന്നെ എന്തിനാണ്? അപ്പം മുഖത്ത് നല്ല മനോഹരമായൊരു പുഞ്ചിരി ഫിറ്റ് ചെയ്ത് വളരെ ഉഷാറായി നടക്കുക, അഭിനയിച്ച് നടക്കുക. ലൈഫ് ഈസ് എ ഡ്രാമ, മാൻ ഈസ് ആൻ ആക്ടർ. വമൽ ഹയാത്ത് ദുനിയ ഇല്ലാ ലഅബും വലഹ്. ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ നാടകം തന്നെയാണ് എന്നാണ്. മനസ്സിലായില്ലേ? പക്ഷെ കാപട്യത്തിലേക്ക് അത് മാറരുത്. കാപട്യം ഉണ്ടാവാൻ പാടില്ല, ഇരട്ട വ്യക്തിത്വം ഉണ്ടാവാൻ പാടില്ല, പിന്നെ ഉള്ളിലൊന്നും പുറത്തൊന്നും ആവാൻ പാടില്ല. പക്ഷെ നന്മക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി നമ്മളെ ജീവിതത്തിൽ നമ്മൾ സന്തോഷമാണ് പ്രകടിപ്പിക്കേണ്ടത്. മനസ്സിലായോ? നല്ലതാണ് പറയേണ്ടത്. അപ്പോൾ അഭിനയം ജീവിതത്തിലൊരു ഭാഗമാണ്. അഭിനയം ആരെയും പറ്റിക്കാനും മോശമാക്കാനൊന്നുമല്ല. മഹാനായി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞല്ലോ, ദാ നക്ഷത്രം, ഇതാണ് എൻ്റെ റബ്ബ് എന്ന്, അല്ലേ? അപ്പം എല്ലാവരും കൂടി ഓടിക്കൂടിയില്ലേ? അഭിനയമായിരുന്നു. ഇബ്രാഹിം നബിക്കാരനോട് അതല്ല റബ്ബ് ഇത്. അപ്പോൾ പിന്നെ പറഞ്ഞു അത് പോയി, പോകുന്നത് പറ്റൂല, അത് ശരിയാവില്ല, ലാ ഉഹിബ്ബുൽ അഫ്ലീൻ, എനിക്കത് ഇഷ്ടമല്ല. ഇതാണ് എൻ്റെ റബ്ബ്, ചന്ദ്രനെ കണ്ടിട്ട്. അതാണ്. അപ്പം ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പാഠങ്ങൾ പകർന്നു നൽകാനും സമാധാനം ഉണ്ടാക്കാനും ശാന്തി ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ കൊണ്ടുതരുന്ന ചായ, എന്താ ചായ ഉഷാറാണല്ലോ എന്നൊന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഉണ്ടാക്കിയ ആൾക്ക് എന്താവുള്ളൂ? ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായോ? സന്തോഷം ഉണ്ടാവൂലേ? അള്ളാഹു പറയാണ് ലഅല്ലഹും യർഷുദൂൻ, അവർ നേർവഴിയിലായേക്കും. അപ്പം ചോദ്യം അള്ളാഹുവിനോടായിരിക്കുക, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമായിരിക്കുക, അള്ളാഹു ഉത്തരം നൽകും എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി ആയിരിക്കുക. അള്ളാഹു ഉത്തരം നൽകും എന്ന പരിപൂർണ വിശ്വാസത്തോടെ ആയിരിക്കുക. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുക. അവൻ നമ്മളുടെ സമ്പത്ത് ചെലവഴിക്കാൻ വിളിക്കുന്നു, നമ്മുടെ ശരീരം കൊണ്ട് അധ്വാനിക്കാൻ വിളിക്കുന്നു, നമ്മളോട് ഇബാദത്ത് ചെയ്യാൻ പറയുന്നു, സംസാരം നന്നാക്കാൻ പറയുന്നു. ഇതൊക്കെ അള്ളാഹിൻ്റെ വിളിയാണ്. ആ മുഴുവൻ ദഅവത്തിനും ഞങ്ങളുണ്ട്, സമിഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅതഅന, ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയുക.
എങ്കിൽ അള്ളാഹു നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കും. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.